അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. റോൾ നമ്പർ 7 പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്ന വെള്ളം കുറവാണ്. അപ്പോൾ കടൽ വെള്ളം എന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെക്കാളും എത്രയോ ഇരട്ടി വെള്ളം കടൽ വെള്ളമുണ്ട്. പക്ഷെ ശുദ്ധീകരിക്കാൻ കുറേ വഴികളുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. തീയിടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീയിടും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഈ മണലിട്ടിട്ട് ഈ കുപ്പി ഇങ്ങനെ വയ്ക്കാനാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോൾ അടിച്ചെടുക്കണം. ഈ പൈപ്പ് കടത്താൻ വേണ്ടിയിട്ട് ഇതിലൊരു ഹോൾ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ പൈപ്പ് ഇതിൽ കൂടെ കടത്തി വിടും. ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കും. അപ്പോൾ ഇവിടെ ഒരു ഹോൾ എടുക്കണം, ഇവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം. അതിനുശേഷം ഈ പൈപ്പ് ഇതിൽ കൂടെ കടത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഉപ്പുവെള്ളം ഫിൽട്ടർ ചെയ്ത് വരുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെയും ഈ കുപ്പി ഹോളിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മണലിട്ട് നിറയ്ക്കണം. ഈ കുപ്പി ചൂടാവാൻ വേണ്ടിയിട്ട് മണലിട്ട് നിറച്ച് കൊടുക്കണം. ഡയറക്റ്റ് ചൂടാക്കിയാൽ ചിലപ്പോൾ കുപ്പി പൊട്ടാൻ സാധ്യതയുള്ള കാരണം കൊണ്ടാണ് മണൽ ചൂടായിട്ട് ചെയ്യണത്, മണലിട്ട് കൊടുക്കണത്. അപ്പോൾ ഇതിൽ നമ്മൾ കുപ്പി താന്ന് കിടക്കുന്ന രീതിയിൽ മണലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പുവെള്ളം നിറച്ചെടുക്കാനുണ്ട്. ഈ കുപ്പിയിലാണ് നമ്മൾ ഉപ്പുവെള്ളം നിറച്ചെടുക്കണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മണലിട്ട് സെറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ മണൽ ഫുള്ളായിട്ടുണ്ട്. ഇതിന് ഈ കുപ്പിയിൽ ഉപ്പ് കലക്കിയ വെള്ളം ഇതിൽ നിറയ്ക്കണം. പിന്നെ ഇതിൽ പച്ചവെള്ളം, നല്ല തണുത്ത വെള്ളം നിറയ്ക്കണം. അപ്പോൾ നമുക്കിനി വെള്ളം നിറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് ഈ പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്, അലിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അലിയിച്ചെടുക്കണം. ചൂടാവുമ്പോൾ അലിഞ്ഞോളും. എന്നാലും നമ്മൾ ഒരുവിധം അലിയിച്ച് കൊടുക്കുന്നുണ്ട്. നീ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് ഇതിൽ വാരിയിട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ കുലുക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കുപ്പിയിൽ നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം എടുത്താണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തല ഇതിൽ വെച്ച് കൊടുക്കാം, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് ചൂടായാലാണ് അത് വന്ന് തുടങ്ങുള്ളൂ. ചൂടാവട്ടെ. ഞാൻ ഒരു പെയിൻറ് പാട്ട പൊളിച്ചിട്ടാണ് അതിൽ വെച്ചേക്കണേ. മണൽ ചൂട് പിടിക്കണം ശരിക്കും.
വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 1 മണിക്കൂറോളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ ചൂടായി നീരാവി ഇതിലേ വന്നിട്ട് ഇവിടെ തണുക്കും. തണുത്ത് കഴിഞ്ഞിട്ടാണ് ആ പൈപ്പിൽ അപ്പുറത്തെ ഗ്ലാസ്സിൽ വീഴുക. ഇത്തിരീച്ചേ വീഴുള്ളൂ. അത് തണുത്ത് കഴിഞ്ഞിട്ട് ഓരോ ഡോട്ടായിട്ട് വീഴുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 3 ഗ്ലാസ് ഉപ്പുവെള്ളം എടുത്തിട്ടുണ്ടായി. അതിപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് എന്തോരം ഫിൽട്ടർ ചെയ്ത് കിട്ടിയിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 3/4 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി വാട്ടർ. ഉപ്പിൻ്റെ ഒരു അംശയിലില്ല, ഉപ്പിൻ്റെ ഒരു തുണ്ട് പോലും ഇല്ല. അടിപൊളി വെള്ളം. ഇത് നിങ്ങൾ വേറൊരു രീതിയിലും ഇത് ആക്കരുത്. ഇത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.